സർവാഭരണ വിഭൂഷിതമായ വൈക്കത്തപ്പന്റെ മോഹനരൂപം ദർശിച്ച് സായുജ്യം നേടുവാൻ വൈക്കത്തഷ്ടമി നാളിലെത്തിയത് ഭക്തസഹസ്രങ്ങൾ. 11ാം ഉത്സവ നാളിൽ വിളക്കെഴുന്നള്ളിപ്പ് ശ്രീകോവിലിലേക്ക് കയറുമ്പോൾ തന്നെ അഷ്ടമി തൊഴുവാനുള്ള ഭക്തരുടെ നീണ്ട നിരയായിരുന്നു 4 ഗോപുര നടകളിലും അനുഭവപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 3:30-ന് തന്ത്രി കിഴക്കിനേടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി, ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നട തുറന്ന് ഉഷപൂജ, എതിർത്തപൂജ എന്നിവയ്ക്ക് ശേഷം അഷ്ടമി ദർശനത്തിനായി നട തുറന്നപ്പോൾ വേദമന്ത്രോച്ചാരണവും പഞ്ചാക്ഷരി മന്ത്രവും ക്ഷേത്രനഗരിയിൽ മുഴങ്ങി. വൈക്കത്തപ്പ അഭയം തരണമേ എന്ന പ്രാർത്ഥനയുമായി ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ തൊഴുകൈകളോടെ ഭക്തർ മണിക്കൂറുകളോളം കാത്തുനിന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ കിഴക്കുഭാഗത്തുള്ള ആൽത്തറയിൽ തപസ്സനുഷ്ഠിച്ച വ്യാഘ്രപാദ മഹർഷിക്ക് ശ്രീ പരമേശ്വരൻ പാർവതി സമേതനായി ദർശനം നൽകി അനുഗ്രഹിച്ച പുണ്യമുഹൂർത്തത്തിലാണ് അഷ്ടമി ദർശനം കൊണ്ടാടുന്നത്. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പന്റെ സന്നിധാനത്തിൽ അഷ്ടമി ദിനത്തിൽ 121 പറ അരിയുടെ പ്രാതലും ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു. ഊട്ടുപുരയുടെ നിലകളിലുമായി രാവിലെ 11 മുതൽ നടക്കുന്ന അന്നദാനത്തിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു. അഷ്ടമി ദിനത്തിലെ ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് സുഗമമായ ദർശനത്തിനായി പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് പ്രത്യേക സുരക്ഷാ സംവിധാനം ഒരുക്കി ബാരിക്കോഡുകൾ കെട്ടി അതുവഴി ഭക്തരെ കടത്തിവിട്ടാണ് തിരക്ക് നിയന്ത്രിച്ചത്. അഷ്ടമിയുടെ പ്രധാന ചടങ്ങായ അഷ്ടമി വിളക്ക് ഇന്ന് രാത്രി 10-ന് നടക്കും. ദേശത്തെ 7 ദേവീദേവന്മാർ എഴുന്നള്ളുന്നതാണ് അഷ്ടമി വിളക്ക്. തുടർന്ന് ദുഃഖഭാരത്തോടെ ഭഗവാന്റെ ശ്രീകോവിലിലേക്കുള്ള മടക്കം സൂചിപ്പിക്കുന്ന വിടപറയൽ ചടങ്ങ് നടക്കും. പ്രത്യേകമായി ചിട്ടപ്പെടുത്തിയ ദുഃഖകണ്ഠാരം എന്ന ദുഃഖരാഗത്തിലുള്ള നാദസ്വരം ഭക്തരെ ഏവരെയും വേദനയിലാക്കും. പിതൃപുത്ര ബന്ധത്തിന്റെ ആഴവും വിടപറയലിന്റെ വേദനയും ഏറ്റുവാങ്ങി ഭക്തസഹസ്രങ്ങൾ ക്ഷേത്രം വിടുന്നതോടെ 12 ദിനരാത്രങ്ങളിലായി കൊടിമരച്ചുവട്ടിൽ ജ്വലിച്ചു നിന്ന കിടാവിളക്കിന്റെ തിരുനാളം താഴും. i4u ന്യൂസ്, വൈക്കം.